ഇവന്റെ ടാക്സിയിൽ കയറുന്ന ആൾക്കാർക്കെല്ലാം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വയ്യാതാവും. കാരണം ആ ടാക്സിയിൽ ഒരു പെണ്ണിന്റെ ആത്മാവുണ്ട്. ടാക്സി ഓണറായ ഈ പയ്യനാണെങ്കിൽ കടബാധ്യതയുമുണ്ട്. അവനാണെങ്കിൽ ആ ടാക്സി വിൽക്കാനും കഴിയില്ല. അവന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവന് കൊടുത്തതായിരുന്നു അത്. ഒരു ദിവസം ആ ആത്മാവ് അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യർക്ക് ഈ വണ്ടിയിൽ കയറാൻ കഴിയുന്നില്ല എങ്കിൽ ആത്മാക്കൾക്കായി ടാക്സി ഓടിക്കാൻ പറയാണ്. അവനും അത് നല്ലൊരു ഐഡിയ ആയി തോന്നി. കാരണം ഇതിനു മുന്നേ ഒരു ആത്മാവിനെ സഹായിച്ചിട്ട് അവനൊരു ഗോൾഡ് റിംഗ് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവനും ആത്മാവും കൂടി മരിച്ച ആത്മാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ടാക്സിക്ക് നല്ല ഓട്ടം കിട്ടി. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒഴിഞ്ഞ വണ്ടിയായി തോന്നിയെങ്കിലും അവർക്ക് രണ്ടാൾക്ക് മാത്രമായിരുന്നു അതിൽ ആൾക്കാരുണ്ടെന്ന കാര്യം അറിയാവുന്നത്. ഒരു ദിവസം ടാക്സിയിൽ കയറിയ ഒരാൾ അവന്റെ കടം തീർക്കാനുള്ള പണം തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് അയാൾ ഒരു ചെറിയ ഗോൾഡ് ബാർ ആണ് ഹൈഡാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇത് തന്റെ വൈഫിന് എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ അയാൾ അവരോട് പറഞ്ഞു. എന്നാൽ ഇത് കണ്ട് അവന് ദേഷ്യം വന്ന് അവരവിടെ നിന്ന് പോയി. എന്നാൽ അടുത്ത ദിവസം അവർ തിരികെ വന്നു. അതിനുശേഷം അയാളുടെ വൈഫിന്റെ അടുത്ത് ചെന്ന് ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഗോൾഡ് ബാർ കണ്ടുപിടിച്ചു. അയാളുടെ വൈഫിന് കൊടുത്തു. പെട്ടെന്ന് അയാളുടെ ഒരു ഇൻഷുറൻസ് ക്ലെയിം ആയെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു. അവരുടെ ടാക്സിയിൽ തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് പോയി. എന്നാൽ ആ സ്ത്രീ കയറിയിട്ടും അവർക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. ഇൻഷുറൻസ് ഓഫീസിലെത്തിയതും പെട്ടെന്നൊരു പ്രായമായ സ്ത്രീ വന്ന് അയാളുടെ അമ്മയാണെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അയാൾ ഒരു ഓർഫണേജിലായിരുന്നു വളർന്നത്. അവർ കാണിച്ച പേപ്പേഴ്സ് എല്ലാം തെളിവുകളുമായിരുന്നു. ഇവരുടെ മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ ആ തുക ആ സ്ത്രീക്ക് കിട്ടി. അങ്ങനെ ഇത് കള്ളമാണെന്ന് അവന് മാത്രം മനസ്സിലായി. അവർ പതിയെ ആ സ്ത്രീയെ ഫോളോ ചെയ്തു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്, ആ ലേഡി തട്ടിപ്പുകാരിയാണ്. അവർ ഓർഫണേജിൽ നിന്നും കിട്ടിയ പേപ്പർ വെച്ച് ഫേക്ക് തെളിവുകൾ ഉണ്ടാക്കിയാണ് വന്നത്. അവസാനം അവർ കള്ളത്തരം കണ്ടുപിടിച്ച് ഇൻഷുറൻസ് തുക മറ്റേ ആളുടെ വൈഫിന് തന്നെ വാങ്ങിക്കൊടുത്തു.